നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും സങ്കടങ്ങളും സന്തോഷങ്ങളുമൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞാൽ നല്ല ചോദ്യമാണല്ലേ. അത് അറിയാൻ കഴിയുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജ്യോതിഷം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി പറഞ്ഞു തരുന്ന ഒരു ജ്യോതിഷാലയത്തെയാണ് ഇന്ന് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് പരിചയപ്പെടുന്നത്. നമ്മുടെ മണർകാടുള്ള ശ്രീ സുധാകര ജ്യോതിഷാലയം. അപ്പോൾ ഇവിടുത്തെ അറിവുകളും നമ്മുടെ നക്ഷത്ര ഫലങ്ങളോ ഭാവി എല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. ഒരു ശ്രീ സുധാകര ജ്യോതിഷാലയത്തിലെ ഇപ്പോഴത്തെ തലമുറയിലെ ഏറെ പ്രശസ്തനായ അനന്തകൃഷ്ണൻ ഗണകനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരമുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. നമ്മളൊരു മാഗസിനോ ബുക്കുകളോ ഒക്കെ കിട്ടി ആദ്യം നോക്കുന്നത് നാൾഫലമാണ്. അപ്പൊ ഈ മനുഷ്യന്റെ നാളുകളും നക്ഷത്രങ്ങളുമായിട്ട് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ബന്ധപ്പെട്ടിരിക്കുന്ന പറഞ്ഞാൽ 27 നക്ഷത്രം മാത്രമല്ല, 28 നക്ഷത്രവും കൂടെ ഉണ്ട്. അഭിജിന് കൂടി ഒരു അഭിജിൻ നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രത്തോടെ കൂടി 27, 28 നക്ഷത്രം കൂടെ വരും. അതായത് ഈ 27 നക്ഷത്രത്തിന്റെ ഫലം എന്ന് പറയുന്ന കോമൺ ഫലങ്ങളാണ്. അതുകൊണ്ട് പൂർണ്ണത പറയാൻ പറ്റില്ല. എല്ലാ നാളുകൾക്കും ഓരോരോ ഫലങ്ങളുണ്ട്. ജാതകം തീർച്ചയായിട്ടും ജാതകം അനുസരിച്ചാണ്, ജാതക വിശകലനത്തിൽ കൂടെയാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ അതുപോലെ തന്നെ സ്വരൂപ സുപഗോദശ്ച സ്ഥൂലകായോ മഹാധനി എന്നാണ് അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ പ്രമാണം. ഇത് ഹോരാശാസ്ത്രത്തിൽ പറയുന്നതാണ്. ഇതിന്റെ ഏറ്റവും അടിസ്ഥാന ശാസ്ത്രം. തീർച്ചയായിട്ടും അടിസ്ഥാന ശാസ്ത്രം ഹോരാശാസ്ത്രമാണ്. അതില് പറയുന്ന ഈ നാളിന്റെ പ്രകൃതങ്ങളാണ്. അതായത് നല്ല രൂപമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രമായിരിക്കും. അതിൽ തന്നെ ജനന സമയവും ഗ്രഹങ്ങളുടെ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും സ്ഫുടങ്ങളുടെ വ്യത്യാസങ്ങളും കൊണ്ട് ഇതിൽ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു നാളുകൊണ്ട് 27 നക്ഷത്രവും പൊതുവെ തീർച്ചയായിട്ടും ഇതിന്റെ സ്ഫുടങ്ങൾക്ക് മാറ്റം വരും. അതേപോലെ തന്നെ ഇപ്പോ താങ്കള് ഈ ജ്യോതിശാലയത്തിലെ എത്രാമത്തെ തലമുറയാണ്? ഒരു 5ാമത്തെ തലമുറകളായിട്ട് വരും. അത് ശരി. അതേപോലെ ജനങ്ങളുടെ ഈ ഗ്രഹനില എന്നൊക്കെ പറയല്ലേ, ഇതെല്ലാം ശാസ്ത്രം തന്നെയാണല്ലോ അല്ലേ? അതെ തീർച്ചയായിട്ടും ഒരു മാറ്റം. അതിനുവേണ്ടി ആളുകൾ ഒരുപാട് എത്താറുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. ഗ്രഹനില എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുന്നതിന് മാത്രമേ ഗ്രഹനില പ്യുവറായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ പറ്റുന്നത് പുക്കിൾക്കൊടിയിൽ നിന്ന് മുറിച്ച ശേഷം ഓപ്പറേഷൻ ആണെങ്കിലല്ല, ഈ പഴയ കാലത്ത് പ്രസവം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഓപ്പറേഷനും പ്രസവവും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഓപ്പറേഷന് കൃത്യസമയം കിട്ടിയില്ലെങ്കിൽ ഈ ഗ്രഹനിലയ്ക്കെല്ലാം മാറ്റങ്ങൾ വരും. അപ്പൊ അത് അവിടുന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച്, അല്ല കൊടുക്കുന്ന ഡാറ്റാസ് അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ടൈം ആണെങ്കിൽ കറക്റ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. അതിലും കുറെ പഠിക്കാനുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 12 രാശികളുടെ ഫലം, ഗ്രഹങ്ങളുടെ ഫലം, ഗ്രഹങ്ങളുടെ രൂപങ്ങൾ, ഗ്രഹങ്ങളുടെ സ്ഥാനബലങ്ങൾ, ദിഗ്ബലങ്ങൾ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഒരു ജ്യോത്സ്യൻ, അതായത് ഒരു ആചാര്യൻ പ്രഡിക്റ്റ് ചെയ്യാൻ. അപ്പോ അത് കറക്റ്റ് ഒരു ആചാര്യനാണെങ്കിൽ കറക്റ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അറിവിന്റെ കുറവ് മൂലമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ജാതക വിശകലനത്തിൽ ഉണ്ടാകുന്നത്. അല്ലെ കറക്റ്റ് പ്രശ്നങ്ങൾ. ഈ ദോഷ ജാതകങ്ങളൊക്കെ ഉള്ളവരുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അതിനൊക്കെ താങ്കളെ പരിഹാര മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും ജാതകത്തിൽ ഒരു പരിധി വരെ പരിഹാരം കിട്ടും. പൂർണ്ണതയൊന്നുമില്ല. അതുപോലെ തന്നെ ശുഭാശുഭ മുഹൂർത്തജം കർമ്മം സുഖ ദുഃഖകരം എന്ന മനുഷ്യനെ നയിക്കുന്നത് കർമ്മഫലമാണെന്നാണ് പറയുന്നത്. അല്ലാതെ ജാതകം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പോ കർമ്മഫലം മോശമായ ഒരു വ്യക്തിക്ക് ജാതകം കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ കർമ്മഫലം കറക്റ്റായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് ജാതകം കൊണ്ട് ഗുണമുണ്ട്. അതായത് ഇവർക്കൊരു ദശാകാലം ഒരു പരിധി ഉണ്ടല്ലോ. ഇത്ര ദശകൾ ഓരോ കാലഘട്ടത്ത് ഓരോ ദശാകാലം വരും. ഓരോ നാളുകൾക്ക് ഓരോന്നിനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ മോശമായിട്ടുള്ള ദശാകാലങ്ങളും ഉണ്ട്, നല്ല ദശാകാലങ്ങളും ഉണ്ട്. ഇപ്പൊ ചിലർ വന്നിട്ട് പറയുന്നുണ്ട് മോശ ദശാകാലം കഴിഞ്ഞ് നല്ല ദശാകാലത്തിലേക്ക് കയറും ഇവർക്ക് ഫലം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പൊ അതില് നമ്മൾ പറയുകയാണെങ്കിൽ നല്ല ദശാകാലം പറയുന്ന ആ നാഥനുണ്ട്, ആ ഗ്രഹത്തിന്റെ അധിപതി ഇഷ്ടസ്ഥാനത്തോ ബലത്തോടെ നിന്നാൽ മാത്രമേ പൂർണ്ണ ഫലം കിട്ടുള്ളൂ. അത് നമ്മുടെ ഗ്രഹനിലയിലൂടെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന, കൈ ഒഴിയാൻ പറ്റില്ല, ചെയ്യാൻ പറ്റുന്നത് ആ ഗ്രഹങ്ങൾക്ക് ബലം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ചെയ്യണം.
അപ്പൊ എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും പരിഹാരമുണ്ട്. അപ്പോ പണ്ടത്തെ കാലത്ത് പറയുന്നത്, പണ്ട് തലമുറകളായിട്ട് പറയുന്ന ഗ്രഹങ്ങളുടെ ബലങ്ങൾ അനുസരിച്ച് പറയുന്നത്, ഇത്ര കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇത്ര മന്ത്രങ്ങൾ ജപിച്ച് അതിനെ ബലവത്താക്കാനാണ്. ഓ ശരി. ഇപ്പോഴത്തെ കാലം അനുസരിച്ച് അത് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ബലം കിട്ടാൻ വേണ്ടി നവരത്നങ്ങൾ മുതലായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ദശാകാലത്ത് പറയുന്ന ഗ്രഹങ്ങൾക്ക് പൊതുവെ പൂജ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചാൽ ഏറെക്കുറെ, അതായത് പൂർണ്ണമായിട്ട് പറ്റില്ല. കാരണം വെച്ചാൽ മോശമായ ഒരു സാധനമാണ്. അതിനെ നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു 100% ഒരു 60, 65, 70% നമുക്ക് ബെനിഫിറ്റ് ഉറപ്പായിട്ടും കിട്ടും. പഴയതിലും മെച്ചപ്പെടാൻ സാധിക്കും. അതാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം പൂർണ്ണമായിട്ട് ശരിയാകും എന്ന് പറയുന്നില്ല. ഇതൊക്കെ നമുക്ക് ഒപ്പിച്ചൊരാളെ ജീവിതം രക്ഷപ്പെടുത്താമെന്ന് മാത്രമേ പറയൂ. ഒരു വിശ്വാസം തീർച്ചയായും അല്ലേ? അതേപോലെ തന്നെ ഈ ഗ്രഹനിലയും നമ്മുടെ ഈ ജാതകവും ഒക്കെ തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതെങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? ഗ്രഹനിലയും നമ്മുടെ ജാതകവും തമ്മിൽ നമുക്ക് എഴുതാൻ പറ്റുകയല്ലേ? ഗ്രഹനില അനുസരിച്ചൊക്കെ ആ ജനന സമയമൊക്കെ അനുസരിച്ച് അതുമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതില് കുണ്ടലഗ്നം എന്ന് പറയുന്ന കുറെ ലഗ്നങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ലഗ്നം കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ ജനിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം, ഒരാള് ജനിക്കുമ്പോൾ അന്നത്തെ ഒരു ഗ്രഹനില കിട്ടി, ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്നൊരു ഗ്രഹനിലയുണ്ട്, നമ്മളിപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്രഹനിലയുണ്ട്. അപ്പൊ ആ ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങൾക്കൊന്നും മാറ്റമില്ല. നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ആ ലഗ്നത്തിനാണ് മാറ്റം വരുന്നത്. ആ ലഗ്നം വെച്ചിട്ടാണ് ഈ ഫലങ്ങൾ മുഴുവൻ പറയുന്നത്. അല്ലാതെ അവിടെ ഇവിടെയും ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലമല്ല. അപ്പോ സമയദൈർഘ്യം മുന്നോട്ട് വരും തോറും ലഗ്നത്തിൽ വ്യത്യാസം വരും. അപ്പോ നല്ല ജനനമാണെങ്കിൽ ഇഷ്ടസ്ഥാനത്ത് ഗ്രഹങ്ങൾക്കൊന്നും കുഴപ്പമില്ലാതെ ജനിക്കുകയും, മോശ സമയമാണെങ്കിൽ മോശ ഭാവത്തിലായി പോകും ലഗ്നം. അപ്പോ ഈ ഗ്രഹങ്ങൾക്കെല്ലാം മാറ്റം വരും. അപ്പോ ഒരേ സമയത്ത് 2 പേര് ജനിക്കാം, ഒരേ സമയത്ത് 3 പേര് ജനിക്കാം. പക്ഷേ അതില് ലഗ്നത്തിനേക്കാളും കുണ്ടലഗ്നം എന്ന് പറയുന്ന ഒരു ലഗ്നം കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന. അപ്പൊ അത് എല്ലാ ജ്യോത്സ്യന്മാർക്കും അറിയാമെന്ന് ചോദിച്ചാൽ കാര്യക്ഷമമായിട്ട് അതിനുവേണ്ടി പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ആ കണക്ക് കൂട്ടി അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടുപിടിച്ച് ഈ ഗ്രഹങ്ങളുടെ എല്ലാം ബലാബലങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഫൈനലൈസ് ചെയ്ത് പറഞ്ഞാലാണ് ഇയാളുടെ കാര്യം കറക്റ്റ് ആകുക. അപ്പൊ ഒരു ഗ്രഹനില കിട്ടിയാൽ നമുക്ക് ചിലപ്പോ ഒരു മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോ ആധുനിക ശാസ്ത്രം വന്നേ പിന്നെ ഗ്രഹങ്ങളുടെ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് പറ്റും. പണ്ടത്തെ കാലത്ത് അന്നത്തെ പഞ്ചാംഗം എടുക്കണം. അപ്പോ ഇപ്പോ ഒരു 50-ൽ ജനിച്ച ഒരാളാണെങ്കിൽ അന്നത്തെ പഞ്ചാംഗം നമ്മുടെ വേണ്ടി വരും. ഇപ്പോഴാണ് കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പൊ ആ പഞ്ചാംഗത്തിൽ നോക്കിയെടുത്ത് സ്ഫുടങ്ങൾ കണ്ടുപിടിച്ച് അതിന്റെ ബലാബലങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം ഒരു ജ്യോത്സ്യൻ പറയാമെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാലേ ഈ ശാസ്ത്രം നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഒറ്റടിക്ക് പറയാൻ പോയാൽ ഫ്ലോപ്പ് ആയി പോകും. തീർച്ചയായും. അതൊരു ജ്യോതിഷി സത്യദർശി ആയിരിക്കണം എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് എന്താണ്? ഈ ആചാര്യ ലക്ഷണം പ്രശ്നമാർഗത്തിൽ തുടക്കത്തിൽ, അതായത് നമ്മളിപ്പോ പറഞ്ഞതെല്ലാം ഗ്രഹനില ജാതകത്തെ ബന്ധപ്പെട്ട. ഇനി ജ്യോതിഷത്തിൽ ഇപ്പോഴുള്ള സമയം നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രശ്നം വെച്ചിട്ട്, അതായത് ഈ കബഡി വെച്ചിട്ട്. അപ്പൊ അതില് പ്രശ്നമാർഗം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിലൂടെയാണ് നമ്മളെല്ലാം ഈ പ്രശ്നം പഠിക്കുന്നത്. ഇതൊരു ചെയ്യാനൊരു റൂട്ട് വേണം. ഒരു ഡോക്ടർ ആകാൻ ഒരു റൂട്ട് വേണം എന്ന് പറഞ്ഞ പോലെ പ്രശ്നം ചെയ്യാൻ ഒരു ഗ്രന്ഥം വേണം. അപ്പോ ഈ ശാസ്ത്രം പഠിച്ചതിന് ശേഷം ഈ ഗ്രന്ഥം വായിച്ച് ഇതിനൊരു റൂട്ടുണ്ട്, ആ റൂട്ട് മനസ്സിലാക്കണം. അപ്പൊ അവരതിൽ പറഞ്ഞിരിക്കുന്നതാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ സത്യസന്ധത ആയിരിക്കണം, പിന്നെ കുലീനനായിരിക്കണം. അതുപോലെ തന്നെ ചെറുപ്പപ്രായം മുതലേ എല്ലാ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് ദൈവിക വിശ്വാസം വേണം. അതുപോലെ തന്നെ ചടങ്ങുകൾ ചെയ്യാൻ പഠിച്ചിരിക്കണം, പൂജാതി ക്രമങ്ങൾ പഠിച്ചിരിക്കണം. ഇങ്ങനെ ചെയ്തു വരുന്ന ഒരാൾക്ക് മാത്രമേ ആ കോസ്മിക് പവർ കിട്ടുള്ളൂ. പ്രഡിക്ഷൻ ആണിത്. അതാണ് ഇതൊരു 80-85% കണക്കാണെങ്കിൽ പോലും പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരാൾ പ്രഡിക്റ്റ് ചെയ്തു പോയാൽ ഇവിടെ ഫ്ലോപ്പായി. കാരണം വെച്ചാൽ പ്രഡിക്ഷൻ ചെയ്യണ എന്ത് വേണം? ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും. അപ്പോ ആ സ്ഫുടവും ജ്യോത്സ്യന് തൽക്കാല കാണുന്ന നിമിത്തങ്ങളും എല്ലാം വെച്ചിട്ടാണ് ജ്യോത്സ്യൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അവിശ്വസിക്കുന്ന ഒരു വിഭാഗം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രഡിക്റ്റ് ചെയ്യുന്ന ആൾക്ക് ദൈവജ്ഞനായിരിക്കണമെന്നില്ല, ശാസ്ത്രം പഠിച്ചു കാണും. പക്ഷെ അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്യുന്നത് ചിലപ്പം നെഗറ്റീവായിട്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വന്നിരിക്കുന്ന ആളുമായിട്ട് പ്രഷ്ടാവിന് കാര്യസാധ്യം ഉണ്ടായിരിക്കില്ല. അതാണ് പ്രധാന പ്രശ്നം. എന്തായാലും ജ്യോതിഷത്തെ കുറിച്ച് നല്ല അറിവ് താങ്കൾക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ആളുകളൊക്കെ താങ്കളുടെ അടുത്തേക്ക് വരട്ടെ. വളരെ വിശദമായി സംസാരിച്ച താങ്കൾക്ക് പ്രത്യേക നന്ദി.
ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അനന്തകൃഷ്ണൻ ഗണകൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യും. സത്യസന്ധമായി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുള്ളവർ അദ്ദേഹത്തെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.